காட்டில் கொஞ்சம் சரிச்சு வச்சோம்னா தான் நம்மளுக்கு வச்சுட்டு അസ്സലാമലൈക്കും, ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നലെ വ്ളോഗ് ഇടാൻ പറ്റിയില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നനച്ചുകൂലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്നിടണം എന്ന് വിചാരിച്ച ഇന്നലെ ഇടണം എന്ന് വിചാരിച്ച വ്ളോഗാണ് ഞാൻ ഇപ്പം അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പണിയുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ചേച്ചിമാർ വന്നിരുന്നു. പിന്നെ എനിക്ക് വയ്യ, അതും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ. അവരെ തന്നെയാണ് കാര്യമായിട്ടെല്ലാം ചെയ്തത്. നമ്മളങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡ്രസ്സുകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവർ വരുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി തൊടിയൊക്കെ അടിച്ചു വാരി എടുത്തിട്ട് വന്നു. പിന്നെ ഇന്ന് നമ്മൾ പുട്ടും കടലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതാ പുട്ടുപൊടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കുതിർക്കാൻ വേണ്ടി വെച്ചു. പണ്ടത്തെ പോലെ അങ്ങനെ നനച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ FBയിൽ കല്യാണത്തിൻ്റെ ഫോട്ടോ അല്ല കേട്ടോ ഇട്ടത്. എല്ലാവരുടെയും വിചാരം അത് കല്യാണത്തിൻ്റെ ഫോട്ടോ ആണെന്നാണ്. അല്ല, എന്നോട് ഒരുപാട് പേര് കല്യാണ ആൽബം CD ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൽബം ഇല്ല, ഫോട്ടോസ് ഇല്ലേ, അതില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ CD ആണ്. ഇനിയിപ്പോൾ അത് സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും എനിക്കും കാണാനുള്ള ഭാഗ്യം, എൻ്റെ കുട്ടികൾക്കൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. പിള്ളേരൊന്നും അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. എന്തായാലും അവരെയൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നനച്ചുള്ളി പണിയിൽ നമുക്ക് ആ CD കളഞ്ഞു പോയ നമ്മുടെ CD കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോസ്റ്റാണ് ഞാൻ ഇട്ടത്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ കല്യാണം CD കാണാൻ. അതേപോലെ ഇന്നലെ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ മലമ്പുഴയിലൊക്കെ പോയതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇതാരാ ദിലീപും എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഫുള്ള് വായിച്ചിട്ടില്ല. അപ്പം ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് വന്ന സമയത്ത് അതിന് കമൻറ്റ് അന്നേ പറഞ്ഞ ഇതാരാ ജ്യോതികയും സൂര്യയും ജ്യോതികയോ അങ്ങനെ എന്തോ ഒരു കമൻറ്റ് അടിച്ചിരുന്നു കേട്ടോ അന്ന്. അയ്യോ, ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അന്ന്. അതൊക്കെ വലിയ കോമഡി ആയിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ അത്ര വലിയ കോമഡി ആയിട്ട് തോന്നുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ പൊരിഞ്ഞ കടലക്കറി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചിരവി എടുക്കുന്നുണ്ട്. ഇക്കാക്ക് ഇത് പറ്റില്ല. അപ്പോൾ ഞാൻ ഇക്കാക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചിട്ടാണ്. വേറെ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ഭയങ്കര കാക്കകളുടെ സൗണ്ട് കേട്ടിട്ടൊന്ന് പോയി നോക്കിയതാണ്. എന്താണെന്നറിയില്ല. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നു. എന്താ പറയുക, അപ്പോൾ അയാൻകുട്ടി വേഗം കൊണ്ടുപോകാൻ തന്നതാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും, അയാൻക്ക് ഇന്ന് എക്സാം ഉണ്ട്, റിഹാൻക്കില്ല കേട്ടോ. അതായത് ഇത് എന്നത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വ്യാഴാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം ദോശ ഉണ്ടാക്കുകയാണ് ഇക്കാക്ക് വേണ്ടിയിട്ട്. അയാൻകുട്ടി ഫോൺ എടുത്തിട്ട് പോയത് ജസ്റ്റ് ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ കൊണ്ടുവച്ചു. ഇതാ നമ്മുടെ എന്താ പറയുക, ദോശ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അയാന് ദോശ കണ്ടപ്പം, ദോശ ഭയങ്കര ഫേവറേറ്റാണ് അയാൻ്റെ. കണ്ടപ്പോൾ പിന്നെ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടുപേർക്കും ദോശ ഉണ്ടാക്കി. രണ്ടുപേർക്കും ഉണ്ടാക്കിയപ്പോൾ റിഹാനിക്കും ദോശ വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോഴാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ വന്നപ്പോൾ എൻ്റെ മനസ്സൊന്ന് തണുത്തു. ഭയങ്കര സന്തോഷമായി. കാരണം പേടിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, ഈ വർഷത്തെ നനച്ചുളി ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് അവർ റാക്കിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ ഇറക്കിയപ്പോഴാണ് നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സ് കാണുന്നത്. ഇതിൽ ഫുള്ള് CD-കളാണ് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി തപ്പി നോക്കിയിട്ടോ, വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പേപ്പറുകളിൽ തപ്പിയപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അയ്യോ, അത് പോയി തന്നെ ഞാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. കാരണം ഇക്കയൊക്കെ പോയിട്ട് പിന്നെ സമാധാനത്തോടെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കിയേ, ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇക്ക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പിന്നെന്താണ്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ നനച്ചുകൂടി പണിയൊക്കെ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പുറത്ത് ബെഡും പില്ലോയും ഒക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കർട്ടനൊക്കെ ഒന്ന് എടുക്കണം. അതൊക്കെ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണമല്ലോ. പിന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് അതന്നെ ഇടാറാണ് പതിവ് കേട്ടോ. വേറെ കർട്ടൻ ഇടാറില്ല. നമ്മളിവിടെ ഒരു സെറ്റ് കേട് വരുമ്പോൾ അടുത്ത സെറ്റ് മേടിക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്.
അപ്പോൾ ഇതാ ഭയങ്കര വിഷമത്തിൽ നമ്മളിതാ CD പിന്നെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് എൻ്റെ CD കിട്ടുമോ നോക്കുകയാണ്. കാരണം എല്ലാവരും പറഞ്ഞ പോലെ എനിക്കും അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ആകെയുള്ള പ്രൂഫ് അല്ലേ, കുട്ടികളുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഇതാ ഞാനൊരു പേടിച്ചിരുണ്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. അയൻകുട്ടിയുടെ കമൻറ്റാണ് കേട്ടോ അത്. ജിനിമ ഭയങ്കര പേടിച്ചിട്ടാണല്ലോ നിൽക്കണതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കിട്ടിയ CD അവിടെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് വേണം അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പുട്ടായി. പുട്ട് കൊണ്ടുവന്ന് കൊട്ടുന്നുണ്ടില്ലേ, കൈ പൊള്ളുവോ പേടിച്ചിട്ടാണ് കേട്ടോ കാണിക്കണം നോക്കി. അങ്ങനെ ഞാൻ പോയി എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. റിഹാനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഒക്കെ പോയ ശേഷം പുട്ടും പഴവും കടലയൊക്കെ കറിയൊക്കെ കൂട്ടി സുഖമായി ഫുഡൊക്കെ കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. എന്നെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം കൂടിയാണല്ലോ ഇത്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, കുറേ പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാനുണ്ട്. ഇൻഷാല്ലാ ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, ആരും വിഷമിക്കണ്ട. പിന്നെ നോമ്പിനും അതുപോലെ വ്ളോഗൊക്കെ ഉണ്ടാവും. എന്നും ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. മാക്സിമം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. അങ്ങനെ ഫസ്റ്റ് കുട്ടികളുടെ റൂമാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനലും ബെഡും കട്ടിലും എല്ലാം തുടച്ചെടുക്കുന്നുണ്ട് അവർ. നല്ല നീറ്റായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ജനൽ തുടക്കാൻ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് വീട്ടിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരു പണി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ, ജനൽ തുടയ്ക്കുക. അതും ഈ ഒരു ടൈപ്പ് ജനൽ, ഇത് ഓൾഡല്ലേ, ഭയങ്കര ഒരുപാട് കാലം മുന്നേ ഉള്ളതല്ലേ. പിന്നെ എന്താ കർട്ടനൊക്കെ എടുത്തു, ഡോറിലത്തെ കർട്ടനുകളൊക്കെ എടുത്തു. ഒക്കെ വാഷിങ്ങിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണി തീർന്ന് കിട്ടുമല്ലോ. അയൻകുട്ടി എന്താ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നെ. അങ്ങനെ ഇതാ കുട്ടികളുടെ അടുത്ത് ലഗേജും കാര്യങ്ങളും കട്ടിലിൻ്റെ അടിയിലുള്ള സാധനങ്ങളിരുന്നു കേട്ടോ, അതൊക്കെ എടുത്ത് മേലോട്ട് വെച്ച് അവർ കട്ടിലൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. എൻ്റെ ഫോൺ വീണതിൻ്റെ സൗണ്ടാണ് ഈ കേട്ടത് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ അലമാറയും ഒക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. ഇക്കാൻ്റെ അയൺ ചെയ്ത ഡ്രസ്സുകളൊക്കെ എടുത്ത് കേടുവരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നീറ്റാക്കി വെക്കണം, അലമാര ഫുള്ള് തുടയ്ക്കണം, ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെയും കുട്ടികളുടെയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഈ റൂമിൽ വരുന്നതിന് മുമ്പേ ഞാൻ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ റാക്കിൻ്റെ മേലെ കയറിയിട്ടുള്ള ക്ലീനിങ്ങും ജനൽ ക്ലീനിങ്, പിന്നെ എൻ്റെ കട്ടിലിൻ്റെ അടിയിലുള്ള ക്ലീനിങ് അത് ഞാൻ വേറൊരു ദിവസം തന്നെ ചെയ്യേണ്ടി വരും. കാരണം അത് ഹെവി ടാസ്ക്കാണ്, ഭയങ്കര ടാസ്ക്കുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനൊരു കുറുക്ക് വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു വ്ളോഗിൽ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് ചേച്ചിമാർ ബെഡൊക്കെ കൊണ്ടുപോയി വെയിലത്തിടുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ റൂമത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമൊക്കെ എത്തിയിട്ടോ. ഉമ്മ ഇവിടെ ഉമ്മാൻ്റെ കുറച്ച് സാധനങ്ങളിനെ ഇതാ അങ്ങനെ തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നനച്ചൂലി എന്ന് പറയുമ്പോഴേ മുക്കിലും മൂലയിലെത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു മനസ്സിനൊരു കുളിർമയുള്ള കാര്യമാണ് അല്ലേ. നനച്ചൂലി കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കിടന്ന് ഭയങ്കര റിലാക്സ് ആയിരിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത്. ആ ഒരു ടൈമിലെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ എല്ലാ കോർണറിലും നമ്മൾ എത്തുമല്ലോ. അപ്പോൾ അത് ഉള്ളത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇക്കാൻ്റെ ഡ്രസ്സുകളാണ് കംപ്ലീറ്റ്. എൻ്റെ ഒരു ഡ്രസ്സും അതിലില്ല കേട്ടോ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ഉമ്മാൻ്റെ റൂം ഇതാ ഇവർ പൊരിഞ്ഞ വർക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും അവർക്ക് പ്രശ്നമില്ല കേട്ടോ, എടുത്തോന്ന് തന്നെയാണ് പറയാറുള്ളത്. അങ്ങനെ അവിടെ ഏറെക്കുറെ കഴിഞ്ഞു. എനിക്ക് എല്ലാ വീഡിയോസും ഒന്നും നടന്നെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്കും കുറേ വർക്ക് ഉണ്ടായിരുന്നു, അത് കാരണമാണ് കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ ഏകദേശമൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ വെക്കുന്ന സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് ഡ്രസ്സോ വേറെ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. പിന്നെ ഇത് വെള്ളം കൊണ്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ വുഡ് കേടുവന്ന് പോകും. അപ്പം ഞാൻ നല്ല തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. ഞാൻ സാധാരണ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇതിലിടാറുള്ളത്. എൻ്റെ ഡ്രസ്സുകൾ ജസ്റ്റ് അങ്ങോട്ട് തള്ളി വയ്ക്കും, സംഭവം കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഡ്രോയറിൽ രണ്ട് സെറ്റ് ഉണ്ട് കേട്ടോ. ഒന്നിൽ ഞാൻ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കംപ്ലീറ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും കുറേ സാധനങ്ങളുണ്ടാവും. അപ്പം വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. ഈ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ള വേണ്ടാത്ത സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് കളയാറ് കേട്ടോ. വർഷത്തിൽ
വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ കർട്ടനുകളൊക്കെ വേഗം തന്നെ ഉണങ്ങി സെറ്റായി. അപ്പം റിഹാൻ്റെ റൂമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ആ കർട്ടനൊക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കർട്ടനും ഓൾഡ് മോഡലായതുകൊണ്ട് നമുക്ക് ഇടാൻ ഭയങ്കര പ്രയാസമാണ്. അവന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും ഞാനും അവനും കൂടെ ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കിട്ടോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ നമ്മൾ എന്താ പറയുക, അടുക്കി പെറുക്കിയൊക്കെ വെക്കാനുണ്ട്. അത് നമ്മൾ പതുക്കെ ചെയ്യുള്ളൂ. ചേച്ചിമാർ ടോട്ടലുള്ളൊരു ക്ലീനിങ് അങ്ങ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആക്കും. പിന്നെ നമ്മൾ അടുക്കി പെറുക്കിയൊക്കെ വെക്കേണ്ട ജോലി നമ്മുടെ അല്ലേ, എല്ലാം കൂടി അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇക്ക പതിവ് പോലെ ജോബിന് പോയി, അവർ വീണ്ടും വന്നിട്ടുണ്ട്. എനിക്ക് 2 ദിവസത്തെ വ്ളോഗ് ഒന്നിച്ചിടേണ്ട അവസ്ഥയാണ് വന്നത്. കാരണം ചെറിയ ചെറിയ പാർട്ട് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്ന് ഹോളാണ് കേട്ടോ ചെയ്യുന്നത്. 3 ബെഡ്റൂം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹോള്, പിന്നെ സിറ്റ് ഔട്ടിലത്തെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഇതാ പിള്ളേർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചേച്ചി എല്ലാം വന്നിട്ട് തുടച്ചൊക്കെ തരും കേട്ടോ. ഇവരെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ അവരും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷൂ സ്റ്റാൻഡൊക്കെ ക്ലീൻ ആക്കണം. പിന്നെ ഇതാ ഷോക്കേസ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിടെയും എത്തിയിട്ടുണ്ട് കേട്ടോ ഏറെക്കുറെ. പിന്നെ ഇതാ നമ്മുടെ സെറ്റിയൊക്കെ ഇടുന്ന ആ ഒരു ഭാഗം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നനച്ചുള്ളിയുടെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.